എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആത്യന്തികമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ കാരുണ്യമുള്ള കുട്ടികളായി വളർത്താൻ നിങ്ങളുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കണം. അല്ല എങ്കിൽ നാളെ നിങ്ങളോട് പോലും കാരുണ്യം കാണിക്കാത്തവരായി നിങ്ങളുടെ മക്കൾ മാറും. എന്തുകൊണ്ട് നമ്മൾ രക്ഷിതാക്കൾ മുതിർന്ന് പ്രായമായി മാറുമ്പോൾ വൃദ്ധസദനങ്ങളിലേക്ക് പോകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആ മക്കളിൽ നിന്ന് കാരുണ്യം ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. പുതിയ കാലത്തെ രക്ഷിതാക്കളിൽ നിന്നും കാരുണ്യം ഇറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം അവരെ ശ്രദ്ധിക്കാൻ നമുക്ക് നേരമില്ലാത്ത കാലമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഇവിടെ കുട്ടികളെ അത്രയും, അല്ലെങ്കിൽ കുട്ടികളെക്കാളേറെ രക്ഷിതാക്കളുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളെ അങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളത് ആനന്ദം നൽകുന്ന ഒന്നാണ്. ആത്യന്തികമായി പറയാനുള്ളത്, ഇപ്പോൾ ടീച്ചർ നേരത്തെ നമ്മുടേതായി വായിച്ച വരികളിലൊക്കെയും ഞാൻ നിരന്തരമായി പറയാൻ ശ്രമിക്കുന്ന സംഗതി എന്നുള്ളത് സ്നേഹത്തെക്കുറിച്ചാണ്, കാരുണ്യത്തെക്കുറിച്ചാണ്, ഇഷ്ടത്തെക്കുറിച്ചാണ്, ബന്ധങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും സുഹൃത്തുക്കൾ ചോദിക്കും, ഞാൻ നേരത്തെ മാധ്യമപ്രവർത്തകനായിരുന്നപ്പോഴും അതിനുശേഷവുമൊക്കെയും വലിയ ലേഖനങ്ങൾ എഴുതുന്ന കൂട്ടത്തിലായിരുന്നു. അതിൽ നിന്ന് മാറി ഇങ്ങനെ എന്തിനാണ് നിരന്തരമായി സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നത്, ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്ന ഉത്തരം, ഈ 3 ഘടകങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാലുള്ള ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നുള്ളതാണ്. സ്നേഹമില്ലാത്ത ലോകത്തെക്കുറിച്ച്, മക്കളെ സ്നേഹിക്കാത്ത, രക്ഷിതാക്കളെ സ്നേഹിക്കാത്ത, പരസ്പരം ഇഷ്ടമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എത്ര ഉശരമായിരിക്കും അത്. നമ്മളെയൊക്കെ ഇങ്ങനെ നിലനിർത്തുന്ന ഘടകം അതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മൾ ആദ്യം കണ്ട ആ കുരുന്നു മക്കളുണ്ടല്ലോ, അവരിൽ കണ്ട ഒരു കൺകുളിർമയില്ലേ, അവരിൽ കണ്ടൊരു വാത്സല്യമില്ലേ, ആ സാധനമെങ്ങാനും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് എന്ത് രസമാണ് ഉണ്ടാകുക, അല്ലേ? നമ്മുടെ വീടുകളിലേക്ക് അടുപ്പിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അവിടുത്തെ മക്കളാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ പേരമക്കളാണ്, നമ്മുടെ കുരുന്നുകളാണ്. അവരിൽ ആ വാത്സല്യത്തെ നിലനിർത്തി, ആ വാത്സല്യത്തോടുകൂടി അവരെ വളർത്തി, നമ്മൾ ഈ കാണുന്ന അതിർപ്പത്തോടെ അവർ മരിക്കുന്നത് വരെ അവരെ രൂപപ്പെടുത്താൻ നമുക്കായാൽ ഈ ലോകം സുന്ദരമായി മാറും. അല്ല എങ്കിൽ വെഞ്ഞാറമൂടിലെ ആ പയ്യനെ പോലെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കാണേണ്ടുന്നവരുടെ കഴുത്തറക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായി നമ്മുടെ മക്കൾ മാറുമെന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ചുറ്റുപാടുകളിലുണ്ട്, നമ്മുടെ സിനിമകളിലുണ്ട്, നമ്മുടെ സാഹിത്യവേദികളിലുണ്ട്, നമ്മുടെ സാംസ്കാരിക ഇടങ്ങളിലുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മുടെ മക്കളെ മോചിപ്പിച്ച് നമ്മളിങ്ങനെ സ്നേഹത്തിലും കാരുണ്യത്തിലും ഇങ്ങനെ തോളിൽ കൈയിട്ട് കുട്ടികളെ ചിറകിനടിയിലാക്കി വളർത്തുമ്പോൾ മാത്രമേ നമ്മുടെ മക്കൾ അതൃപ്പമുള്ള മക്കളായി നമ്മുടെ മരണം വരെ ഉണ്ടാവുകയുള്ളൂ. അതിന് ഉപോത്ബലകമാകുന്ന, ജ്വലിപ്പിക്കുന്ന സംഗതികളാണ് ഇവിടെ നടക്കുന്ന ആഘോഷ പരിപാടികൾ. നിങ്ങൾ ആസ്വദിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അതിനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ 104ാം വാർഷികാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.